ഏറെ സസ്പെൻസ് നിലനിർത്തി ലേറ്റസ്റ്റായി വന്ന രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള തീരുമാനം വൈകിയെങ്കിലും രാഹുൽ ഗാന്ധി തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ AICC നേതൃത്വത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇവയൊക്കെയാണ്. AI ഗ്രൂപ്പ് തർക്കങ്ങളാണ് വയനാട്ടിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലിന് വഴിവെച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ഉയരാനും ഈ ഗ്രൂപ്പ് വഴക്കുകൾ കാരണമായി. അതേസമയം രാഹുലിനെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ AICC നേതൃയോഗം ആലോചിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ്, രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം, പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം, മിനിമം വേതനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കോൺഗ്രസിന് ഇത്തവണ ഉത്തരേന്ത്യയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉത്തരേന്ത്യക്ക് പുറമെ ദക്ഷിണേന്ത്യ കൈപ്പിടിയിലാക്കാൻ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമല്ല, ദക്ഷിണേന്ത്യയിലും രാഹുൽ മത്സരിക്കുക വഴി ആന്ധ്രയിലും തെലങ്കാനയിലും നേരിടുന്ന തിരിച്ചടിയെ രാഹുൽ വേവ് കൊണ്ട് അതിജീവിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പാർട്ടി കരുതുന്നു. കർണാടകത്തിൽ നിലവിൽ കോൺഗ്രസ് അനുകൂല തരംഗങ്ങൾ ഉണ്ടെങ്കിലും ഒരു അട്ടിമറിക്ക് സാധ്യത ഉണ്ടെങ്കിൽ രാഹുലിന്റെ വരവ് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നേടാൻ സഹായകമാകും. തമിഴ്നാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. പുറത്തുവരുന്ന സർവേകളെല്ലാം കോൺഗ്രസ് DMK അനുകൂല തരംഗങ്ങളാണ് സംസ്ഥാനത്ത് പ്രവചിക്കപ്പെട്ടത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി പിന്തുണക്കുന്നവരിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് തമിഴ് മണ്ണിൽ നിന്നാണ്. 20-ൽ 20 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ച നേതാവാണ് DMK തലവൻ MK സ്റ്റാലിൻ. വയനാട്ടിൽ മത്സരിക്കുക വഴി തമിഴ്നാട്ടിലും തരംഗം സൃഷ്ടിക്കാൻ രാഹുലിന് സാധിക്കുമെന്നും പാർട്ടി കണക്കാക്കുന്നുണ്ട്. കേരളത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്തിന് ഇത്തവണ കുരുക്കായേക്കുമെന്ന സർവേകൾ പ്രവചിച്ചിരുന്നു. ശബരിമലയിൽ BJP അല്ല UDF തന്നെയാകും നേട്ടം കൊയ്യുകയെന്നും ചില സർവേകൾ പ്രവചിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും രാഹുൽ ഗാന്ധിയിലൂടെ നേടാൻ കഴിയുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെ കോൺഗ്രസ് ശക്തമായ വെല്ലുവിളി നേരിടുന്ന മണ്ഡലങ്ങളിലും ഇടതുകോട്ടകളിലും കോൺഗ്രസിന്റെ വിജയത്തിന് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സഹായകമായേക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. കർണാടകത്തിലാണ് രാഹുൽ മത്സരിക്കുന്നതെങ്കിൽ മറ്റു ചില പ്രതിസന്ധികൾ കൂടി കോൺഗ്രസിന് നേരിടേണ്ടി വന്നേനെ. ഇവിടെ കോൺഗ്രസിന് സുരക്ഷിതമെന്ന് അവകാശപ്പെടുന്ന 6 മണ്ഡലങ്ങളിൽ 4 പട്ടികജാതി പട്ടികവർഗ സംവരണമുള്ളവയാണ്. എല്ലാം അനുകൂലമാണെങ്കിലും JDSനെ പൂർണ്ണമായും ഇവിടെ വിശ്വസിക്കാനാവാത്തതും മറ്റൊരു ഘടകമാണ്. ന്യൂസ് ഡെസ്ക്, Big 14.